നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന പോലെ വേൾഡ് കപ്പ് ആവേശം അതിൻ്റെ പരകോടിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ചാനൽ ഇപ്പോൾ ഇത്ര സജീവമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരൊക്കെ ആവേശമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ആവേശം അങ്ങ് കത്തിച്ചെടുക്കണം. നമ്മൾ ഫുട്ബോൾ ഫാൻസ് വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമുക്ക് ലീഡ് ചെയ്യണം ഈ ഒരു ആവേശം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഓരോ ടീമുകളുടെയും കാര്യങ്ങളും മറ്റുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസ് അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രസീൽ പ്രഖ്യാപിച്ചു, പോർച്ചുഗൽ പ്രഖ്യാപിച്ചു, അർജൻറ്റീന ഇവിടെ. അതായത് ഈ 55 അംഗ പ്രാഥമിക ലിസ്റ്റ് പുറത്തു വിട്ടവരിൽ മുന്നിലുണ്ടായിരുന്ന അർജൻറ്റീനയാണ്. മറ്റു പലരും ആ 55 അംഗ പ്രാഥമിക ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അർജൻറ്റീന പുറത്തു വിട്ടിരുന്നു. അപ്പോൾ അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് എന്താണ് പുറത്തു വിടാത്തത്, എന്ന് പുറത്തു വിടും, എന്തൊക്കെയാണ് സാധ്യതകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അർജൻറ്റീനയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് ഈ വാർത്ത, ഈ വിവരങ്ങൾ നമ്മൾ എടുക്കുന്നത്. അതുകൂടി അങ്ങ് പറഞ്ഞു പോയി. ഇപ്പോൾ ഇന്നലെ നെയ്മറുമായി ബന്ധപ്പെട്ട് ബ്രസീലിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം നമ്മൾ റാഫ് ടോക്സിൽ, ഈ ചാനൽ പോഡ്കാസ്റ്റിലല്ല മറ്റേ ചാനലിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച റോഡ്രിഗോ കെയ്റ്റാനെയും ആഞ്ചലോട്ടിയും നെയ്മറെ വീഡിയോ കോളിൽ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ താഴെ കുറേ പുതുതായിട്ട് വന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എനിക്കറിയില്ല, വലിയ രൂപത്തിലൊരു സൈബർ ആക്രമണം മോഡലിൽ കുറേ തെറി കമൻറ്റുകൾ. എവിടെ നിന്നാടോ തനിക്ക് വാർത്ത കിട്ടുന്നത്, ഇവൻ പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കാൻ കുറേ എണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശം തെറികൾ. ഇതല്ല, ഇതിനേക്കാൾ മോശം തെറികളുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ, മോശം തെറി പറഞ്ഞവനൊക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് മുമ്പൊക്കെ ചാനലിൻ്റെ തുടക്ക സമയത്തൊക്കെ വലിയ ആവേശമൊക്കെ ഈ മേഖലയിലൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വരികയായിരുന്നു, ഒരു താരത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, താൻ ഇല്ലാത്ത പറയുന്നു അല്ലെങ്കിൽ ഉള്ളത് വരുന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വ്യാപകമായിട്ട് കമൻറ്റുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി വരുമായിരുന്നു. പിന്നെ അതിപ്പോൾ കുറച്ച് കാലമായിട്ട് അതൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ അധികം പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മളും ഇതേപോലെ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫുട്ബോൾ ആവേശത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിൽ പലതിലും മെസ്സേജുകളും കമൻറ്റുകളൊന്നും അങ്ങനെ വരാറില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും സജീവമാകുന്നു. അതിൻ്റെ ഒരു സൂചനയാണ് ഈ തെറി വിളികളുടെ രൂപത്തിലാണെങ്കിലും കണ്ടത്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവിലും ചെറിയ പോസിറ്റീവൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആവേശം ഉണ്ടാക്കണം, പക്ഷേ ഈ ആവേശത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാന്യത കൈവിടാതിരിക്കുന്നതും നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ആവേശങ്ങളൊക്കെ എത്ര ഉണ്ടെങ്കിലേ നമ്മുടെ കൂടെ ഉള്ളവർ നാളെയും കാണേണ്ടവരാണെന്നുള്ളൊരു വിചാരത്തിലും മറ്റുമൊക്കെ നമ്മൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമ്മളിപ്പോൾ അർജൻറ്റീനയുടെ കാര്യത്തിലേക്കാണല്ലോ വരുന്നത്. അർജൻറ്റീനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്കലോനി 26 അംഗ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിക്കും. ഏറ്റവും കൃത്യമായ സോഴ്സിൽ നിന്ന് ഗാസ്റ്റൻ എഡൂലി TYC സ്പോർട്സിൽ വിശദമായിട്ടിട്ട ലേഖനം അനുസരിച്ച് അർജൻറ്റീനയുടെ കോച്ചിങ് സ്റ്റാഫ് ഓൾറെഡി അവരുടെ രാജ്യത്ത് എത്തിയിട്ടുണ്ട്. അതെന്താണ്, അപ്പോൾ സ്കലോനി അർജൻറ്റീനക്കാരനല്ലേ, അയാൾ അവിടെ തന്നെ ഉണ്ടാവില്ല എന്ന് ചോദിക്കണ്ട. അദ്ദേഹം സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് സ്പെയിനിലാണ്. അങ്ങനെ പലരും പല രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ അവിടെ അർജൻറ്റീനയിൽ എത്തിയിട്ടുണ്ട്. 26 അംഗ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. എന്ന് പറയുമ്പോൾ ജൂൺ 30 ഈ വേൾഡ് കപ്പിനുള്ള, ജൂൺ 30 മെയ് 30, ജൂൺ 30 എന്നല്ല, മെയ് 30 വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് കൊടുക്കേണ്ട അവസാന ദിവസം, ഫിഫക്ക് കൊടുക്കേണ്ട അവസാന ദിവസം. അപ്പോൾ പല ടീമുകളും അതിന് മുന്നോടിയായിട്ട് ഏർലിയർ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. അർജൻറ്റീന ഇപ്പോൾ ചെയ്യുന്നത് പല താരങ്ങളുടെയും കാര്യങ്ങൾ ഫൈനൽ ആയിട്ട് അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച അവർ സ്ക്വാഡ് പ്രഖ്യാപിക്കാനാണ് പ്ലാൻ ഇടുന്നത്. അതിപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ തന്നെ ആവാം. എത്രയും പെട്ടെന്ന് സ്ക്വാഡ് പ്രഖ്യാപിക്കാനുള്ളൊരു പ്ലാനിലാണുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പോൾ 24 തീയതി കഴിഞ്ഞ് 25 തീയതിയോടുകൂടി എസൈസ പ്രോപ്പർട്ടിയിൽ അവിടുത്തെ അർജൻറ്റീനയുടെ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ ട്രെയിനിങ് ആരംഭിക്കാനാണ് അവർ പ്ലാൻ ഇടുന്നത്. അതനുസരിച്ചാണ് കോച്ചിങ് സ്റ്റാഫും മറ്റുമൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിലവിലവർ ഈ ഒരുക്കങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രൂപത്തിൽ 35 താരങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ഒരു റിസർവ് ഉണ്ടാക്കിയിട്ടുണ്ട്, 35 പേരുടെ. അത് ഓരോ ക്ലബ്ബുകളെയും അറിയിച്ചിട്ടുണ്ട്, ഈ താരങ്ങളെ ഞങ്ങൾ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എടുക്കാൻ പോവുകയാണെന്ന്.
അപ്പോൾ ഈ 35 പേരെന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ഒരു സർപ്രൈസിങ് നമ്പറാണ്. കാരണം 26 അംഗ സ്ക്വാഡാണല്ലോ വേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഐഡിയ ആദ്യം എന്താണെന്ന് വെച്ചാൽ 2 വ്യത്യസ്ത സ്ക്വാഡുകൾ ഉണ്ടാക്കാനായിരുന്നു. 2 ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അവസാന ഘട്ടത്തിൽ സ്ക്വാഡ് ഒരു ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുക. അതായിരുന്നു പ്ലാന്. അതായത് ഹോണ്ട്രാസിനെതിരെ 6-ാം തീയതി അവർക്ക് ജൂൺ 6-ന് അവർക്ക് ഫ്രണ്ട്ലി മത്സരമുണ്ട്. അതിനുശേഷം അവർക്ക് ജൂൺ 9-ാം തീയതി അലബാമയിൽ വെച്ചിട്ട് ഐസ്ലൻഡിനെതിരെ കളിയുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് യു എസിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അത് മെയിൻ സ്ക്വാഡായിട്ട് കൊണ്ടുപോയതായിരുന്നു പ്ലാന്. പിന്നെയാണ് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ 35 അംഗ ലിസ്റ്റ് ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. വേൾഡ് കപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ അത് കട്ട് ഷോട്ട് ചെയ്യുകയും ചെയ്യും. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോച്ച് പോകാൻ കാരണമുണ്ട്. 2022 വേൾഡ് കപ്പിലെ ഒരനുഭവമാണ് സ്കലോനിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വഴി സ്വീകരിക്കാൻ നിർബന്ധിതനാക്കിയിരിക്കുന്നത്. സ്കലോനി അതാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതായത് 2022 വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഖത്തറിലേക്ക് ടീം എത്തുന്ന ഘട്ടത്തിൽ അവർക്ക് 2 താരങ്ങളെ പരിക്കേറ്റ് നഷ്ടമായി. ജോക്കിൻ കൊറേയും നിക്കോളാസ് ഗോൺസാലസും. അവസാന നിമിഷം ആകെ അടിപതറിപ്പോയി. ഇനി എന്ത് എന്നുള്ള നിലയിൽ വളരെ ഹാസ്ലിയാണ് ഈ താരങ്ങളെ റീപ്ലേസ് ചെയ്ത് തിയാഗോ അൽമൈഡയെയും ഏഞ്ചൽ കൊറേയെയും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി അത് സംഭവിക്കരുത് എന്ന് കോച്ച് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സജ്ജരാക്കി രണ്ടാമതൊരു സ്ക്വാഡും കൂടി നിലനിർത്തുന്നത്. ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ ഇമ്മീഡിയറ്റ്ലി റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ ഈ 35 അംഗ ലിസ്റ്റ് ഉണ്ടാക്കുമെങ്കിലും ആ 35 പേരും കൂടി അർജൻറ്റീനയിലേക്ക് എത്തി. കാരണം പലരും യൂറോപ്പ് കളിക്കുന്നവരാണല്ലോ. അർജൻറ്റീനയിലേക്ക് എത്തി എസൈസ പ്രോപ്പർട്ടിയിൽ ട്രെയിനിങ് നടത്തുമെന്നല്ല. അത് 26 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അവർ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് ഇപ്പോഴുള്ള തടസ്സങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും കൺഫേം ചെയ്യപ്പെടാനുണ്ട്. ചില ഡൗട്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് ചില പൊസിഷനുകളിൽ ചില ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഒക്കെ കോച്ചിന് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ എടുക്കുന്നത്. പ്രധാനമായിട്ടും ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട്. ഡിഫൻസിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിക്ക് കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ക്യൂട്ടി റൊമേറോ ആണെങ്കിലും ലിസാൻഡ്രോ മാർട്ടിനസ് ആണെങ്കിലും ഒക്കെ പരിക്കിൻ്റെ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ റൈറ്റ് ബാക്ക് 2 അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് ബാക്കുമാരുടെ കാര്യത്തിൽ നാഹുൽ മൊളീന, ഗോൺസാലോ മുണ്ടിൽ അവരിപ്പോഴും സ്റ്റിൽ റിക്കവറിംഗ് ആണ്. മസിൽ ഇഞ്ചുറിയിൽ നിന്ന് സ്റ്റിൽ റിക്കവറിംഗ് ആണ്. അതെങ്ങനെ മാനേജ് ചെയ്യും? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. അതാണ് അവരുടെ ഈ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വൈകാനുള്ള കാരണം. ഇനി അവിടെ മാത്രമല്ല, മിഡ്ഫീൽഡ് പൊസിഷനിലും ചെറിയ ചില സംശയങ്ങളുണ്ട്. മിഡ്ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ 2 പൊസിഷനാണ് ഇനിയും ഫില്ല് ചെയ്യപ്പെടാനുള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷെ അതിനു വേണ്ടി ജിയോവാനി ലോ ചെൽസോ, വാലന്റിൻ ബാർക്കോ, ഫ്രാങ്കോ മസ്റ്റൻഡൂനോ, മാക്സിമോ പെറോണ്, ജിയാൻലുക്ക പ്രിസ്റ്റിയാനി, ഇങ്ങനെ ഒരു പിടി താരങ്ങൾ ആ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ ഫൈനൽ ലിസ്റ്റിലേക്ക് ആര് വരും എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ എമിലിയാനോ ബൂണ്ടിയെയും മാത്യൂസ് സുലയും കൂടി ആ ഒരു പൊസിഷനിലേക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ മിക്കവാറും ജിയോവാനി ലോ ചെൽസോ ഉണ്ടാകും. അതുപോലെ തന്നെ ബാർക്കോ വരാനുള്ളൊരു സാധ്യതയൊക്കെയാണ് ഇപ്പോൾ TYC സ്പോർട്സ് നിരീക്ഷിക്കുന്നത്. വാലന്റിൻ ബാർക്കോയും അതുപോലെ ജിയോവാനി ലോ ചെൽസോയും വന്നേക്കുമെന്നാണ്. അതേസമയം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റു താരങ്ങൾക്ക് ഇപ്പോഴും അവിടെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു സർപ്രൈസിങ് എന്ന രൂപത്തിൽ ഒരു പക്ഷേ ബ്യൂണ്ടിയ വരാനുള്ള സാധ്യത, അതുപോലെ തന്നെ മാത്യൂസ് സുലെ പോലെയുള്ള താരങ്ങൾ വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ അവിടെ 2 പൊസിഷൻ ഇപ്പോഴും ബാക്കിയുണ്ട്. അതിലൊരു കോച്ച് ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. അതേപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഇപ്പോൾ മെസ്സി, ലൗട്രോ, ഹുലിയൻ ആൽവാരസ് ഇവരൊക്കെ ഉറപ്പാണ്. പക്ഷേ ഒരാളുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അത് മറ്റാരുമല്ല, ഹോസെ മാനുവൽ ലോപ്പസ് ആണ്. പാൽമറാസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം. അദ്ദേഹം നിരന്തരം മികച്ച പ്രകടനം നടത്തുകയാണ്. അങ്ങനെ നിരന്തരം മികച്ച പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് സ്കലോനി അദ്ദേഹത്തെ നോട്ടീസ് ചെയ്തതും പല കോളപ്പുകളിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ കളിപ്പിക്കണമെങ്കിൽ ഒരു ഡിഫൻസീവ് പൊസിഷനിലുള്ള ഒരാളെ മാറ്റണം. ഇപ്പോൾ ഡിഫൻസിൽ 8 താരങ്ങളെ കൊണ്ടുവന്ന് വരെ 9 താരങ്ങളെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് കോച്ച് ആലോചിക്കുന്നത് എന്നാണ് ഗാസ്നഡൂർ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ കാരണം പരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതല്ല, ഹോസെ മാനുവൽ ലോപ്പസിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 9 ഡിഫൻഡർമാരെ കൊണ്ടുപോകാൻ പറ്റില്ല, 8 ഡിഫൻഡർമാരെ കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചില സംശയങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി അത് ചർച്ച ചെയ്ത് തൻ്റെ സഹ കോച്ചുമാരോടൊക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് വിശകലനം ചെയ്ത് ഒരു ഫൈനൽ തീരുമാനം എടുക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ എന്തായാലും കോച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ അതിലൊരു തീരുമാനം വരും. നാളെയോ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അർജൻറ്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു.
ഇങ്ങനെയുള്ള കൂടുതൽ ചർച്ചകളും ബിഹൈൻഡ് ദി സീൻസിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വാർത്തകൾ മാത്രമല്ല, വാർത്തകൾ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മുടെ റാഫ് ടോക്സിൽ ഇടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റു വിഷയങ്ങളുണ്ട്. അതെല്ലാം നമുക്കിവിടെ ഫുട്ബോൾ ആവേശം, വേൾഡ് കപ്പ് ആവേശം എന്ന രൂപത്തിൽ ഇവിടെ പങ്കുവെക്കാം.